പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്നുവച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ദ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും, ഇനി ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണെങ്കിലും, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് എന്ന്. ഇതിന് ഉത്തരം കണ്ടെത്താൻ എല്ലാ മത നേതാക്കളും മതസ്ഥാപകരും ആത്മീയ ഗുരുക്കന്മാരും തത്വചിന്തകന്മാരും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഉത്തരങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആരും പൂർണ്ണമായ ഒരു ഉത്തരം നൽകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇന്ന് മനുഷ്യൻ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തരം യാതൊരു സംശയത്തിനും ഇട നൽകാതെ നിങ്ങളോട് പറയാൻ പോവുകയാണ് എന്ന്. തീർച്ചയായുമല്ല. ദൈവവചനമായ ബൈബിൾ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ പോലും എന്തുകൊണ്ട് മനുഷ്യജീവിതത്തിൽ കഷ്ടതയുണ്ടാകുന്നു എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം, എല്ലാവർക്കും തൃപ്തി നൽകുന്ന ഒരു ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചിട്ടില്ല. ദൈവവചനമായ ബൈബിൾ കഷ്ടതയ്ക്ക് മനുഷ്യന് തൃപ്തികരമായ ഉത്തരം നൽകുന്നില്ല എന്നത് ശരിയാണെങ്കിലും കഷ്ടത എന്ന യാഥാർത്ഥ്യത്തെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ബൈബിളിലെ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും അത് ഉൽപ്പത്തി പുസ്തകമാണെന്ന്. ഉൽപ്പത്തി പുസ്തകമാണ് ബൈബിളിൽ നാം ആദ്യം കാണുന്ന പുസ്തകം. പക്ഷേ ബൈബിളിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്ന് വേദപഠിതാക്കൾ കരുതുന്ന പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീതിമാനും ദൈവഭക്തനും സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്മ ചെയ്തവനുമായ ഇയ്യോബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചാണ്. ആ പുസ്തകം മുഴുവൻ വായിച്ച് തീർന്നു കഴിയുമ്പോഴും നാം അതിശയിക്കുന്നു, എന്തുകൊണ്ട് ഈ ദുരന്തം ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായി. അതിലും അതിശയകരമായി നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഇയ്യോബിൻ്റെ ജീവിതത്തിലുടനീളം ഒരിക്കലും എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇയ്യോബിന് ലഭിച്ചില്ല.
എങ്കിലും അയാൾക്ക് കഷ്ടപ്പെടേണ്ടി വന്നു, വലിയ ദുരന്തങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഇന്ന് പത്രോസിൻ്റെ 1 ലേഖനം 4 അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ കഷ്ടത സഹിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് കഷ്ടമുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം നാം കഷ്ടപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. എങ്കിലും ഞാനതിൽ ആദ്യം പറയാൻ പോകുന്ന കാരണമാണ് പ്രാഥമികമായത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. ഓ, നിങ്ങൾ വീണ്ടും തുടങ്ങി മനുഷ്യനെ പാപിയെന്ന് വിളിക്കുന്നു. നിങ്ങൾ അതിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായി ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മനുഷ്യൻ പാപിയാണ്. അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും ഉറവിടം അവൻ്റെ ഹൃദയം തന്നെയാണ്. കാരണം അവൻ്റെ സ്വഭാവം പാപസ്വഭാവമാണ്. ആദ്യ മനുഷ്യനായ ആദാമും ഹവ്വയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി പാപം ഈ ഭൂമിയിൽ വന്നു. മനുഷ്യൻ്റെ മേൽ ആ പാപം പടർന്നു. മനുഷ്യൻ്റെ മേൽ ഇന്ന് ആ പാപം വാഴുന്നു. എല്ലാ കഷ്ടതകളുടെയും പ്രാഥമികമായ കാരണം അത് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ? ഒരു സുനാമി വരുന്നത് മനുഷ്യൻ നിർമ്മിച്ചതാണോ? കൊടുങ്കാറ്റടിക്കുന്നത് മനുഷ്യനിർമ്മിതമാണോ? മനുഷ്യൻ വിചാരിച്ചാൽ സുനാമിയോ കൊടുങ്കാറ്റോ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി ദൈവം ഈ ഭൂമിയെ ശപിച്ചു. അതിൻ്റെ ഫലമായി നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങളും കഷ്ടതകളും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി സാർവലൗകികമായി പാപം മനുഷ്യൻ്റെ മേൽ പടർന്നതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ, മനുഷ്യബന്ധങ്ങളിൽ കഷ്ടതയും പ്രയാസവുമുണ്ട് എന്ന് മാത്രമല്ല, നാം താമസിക്കുന്ന ഈ ഭൂമിയും ശപിക്കപ്പെട്ടിരിക്കുന്നു. സാർവലൗകികമായ ഈ ശാപം മൂലം എല്ലാ മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നു. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. നിങ്ങൾ ഏത് മതസ്ഥനായാലും, ഏത് വിശ്വാസം പിന്തുടരുന്നയാളായാലും, ഏത് ജാതിക്കാരനായാലും, പാവപ്പെട്ടവനായാലും, പണക്കാരനായാലും കഷ്ടത എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഒന്നാമത് നാം കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ലോകത്തിൽ എല്ലാവർക്കുമുള്ള കഷ്ടതയുടെ ഒരു ഭാഗം അത് നാമും അനുഭവിക്കുന്നു. ഇനി രണ്ടാമത്, ചിലപ്പോൾ നാം കഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് എറിഞ്ഞയാളുടെ തലയിൽ വീഴും എന്നതിന് സംശയമില്ലല്ലോ. മുകളിലേക്ക് എറിഞ്ഞ കല്ല് തലയിൽ വീഴുന്നത് കഷ്ടതയാണ്, വേദനയെടുക്കും. പക്ഷേ അതിന് പ്രകടമായ ഒരു കാരണമുണ്ട്: നാം ചെയ്തതിൻ്റെ അനന്തരഫലം. ഇന്ന് അനേക ആളുകൾ രോഗികളായിത്തീരുന്നത് ജീവിതത്തിൽ അവർ ചെയ്ത കാര്യങ്ങളുടെ അനന്തരഫലമായിട്ടാണ്. അമിതമായി മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് കരൾ രോഗം വന്നു. അത് വളരെ പ്രകടമാണ്, അയാൾ ചെയ്ത കാര്യങ്ങളുടെ അനന്തരഫലം. ആ നിലയിൽ ആളുകൾ കഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, അതായത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവവുമായി ഒരു ബന്ധം, വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച ഒരാൾ, അങ്ങനെ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാനുള്ള 2 കാരണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
അവർക്ക് ആദ്യം പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. എല്ലാവർക്കുമുള്ള കഷ്ടം, പിന്നെ ചെയ്ത കാര്യങ്ങളുടെ അനന്തരഫലമായ കഷ്ടം. എന്നാൽ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവർ കഷ്ടപ്പെടാൻ 2 കാരണങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ അവൾ ദൈവത്തിന് അല്ലെങ്കിൽ അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അവരെ ഡിസിപ്ലിൻ ചെയ്യും, ബാലശിക്ഷ നൽകും. ഒരു അപ്പൻ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കും. അത് വേദനയുള്ളതാണെങ്കിലും അത് വലിയൊരു ആശ്വാസവും കൂടിയാണ്. കാരണം എൻ്റെ അപ്പനാണ്, അതുകൊണ്ടാണ് എന്നെ ശിക്ഷിക്കുന്നത്, അതുകൊണ്ട് അപ്പൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് പിന്നീട് മനസ്സിലാകും. ദൈവം ബാലശിക്ഷ നൽകുന്നു. അടുത്ത കാരണം, ദൈവം നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കുവാൻ വേണ്ടി ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അയക്കും. അത് കഷ്ടതയുള്ളതാണ്. എന്നാൽ ആ കഷ്ടതയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണ്. ആ കഷ്ടത നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രത്യാശയെ, നമ്മുടെ സഹിഷ്ണുതയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് കഷ്ടത പാപത്തിൻ്റെ ഫലമായുള്ളതുണ്ട്, നാം ചെയ്ത കാര്യങ്ങളുടെ പ്രത്യാഘാതമായിട്ടുള്ള കഷ്ടതയുണ്ട്, ദൈവം നമ്മെ ബാലശിക്ഷ നൽകുന്നു, അതിൻ്റെ ഫലമായി നാം കഷ്ടപ്പെടും. എന്നാൽ എല്ലാറ്റിലും ഉപരി ദൈവഹിതപ്രകാരം നാം കഷ്ടത സഹിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 12-ാം വാക്യത്തിൽ ഈ വിശ്വാസികളോട് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നാൽ പിന്നെ ഒരു കുഴപ്പവുമില്ല എന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണല്ലോ നാം അതിശയിക്കുന്നത്. കഷ്ടത വരുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു എന്ന് വിചാരിച്ച് അതിശയിക്കരുത്. കാരണം അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ പരീക്ഷ വളരെ കഠിനമാണ്. അഗ്നിശോധനയെങ്കിൽ എന്നാണ് നാം വായിക്കുന്നത്. കഷ്ടതയുടെ അളവ് പത്രോസ് ഒരിക്കലും കുറച്ച് കാണിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായിത്തീരുകയാണ്. 13-ാം വാക്യം, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി താൻ ക്രൂശിൽ മരിച്ചു. എന്നാൽ ഇന്ന് ദൈവമക്കൾ കഷ്ടം സഹിക്കുമ്പോൾ, ദൈവമക്കൾ കർത്താവിൻ്റെ ശരീരമാണല്ലോ, നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളായി തീരുകയാണ്. അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം നാം മനഃപൂർവ്വമായി കഷ്ടം സഹിക്കണം, ജീവിതത്തിൽ കഷ്ടം വരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് ശരീരത്തെ വേദനിപ്പിക്കണം, സ്വയം പീഡിപ്പിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ചില ആളുകൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാനും അടികൊള്ളാനും ഒക്കെ തയ്യാറാകുന്നുണ്ടല്ലോ. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തു ശിഷ്യനായി ജീവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ സന്തോഷിച്ചു കൊള്ളുവിൻ. അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് യഹൂദ മത നേതാക്കന്മാർ അവരെ പിടിച്ച് അടിച്ചു, ജയിലിലിട്ടു. നമ്മളവിടെ വായിക്കുന്നത് അപ്പോസ്തലന്മാർ സന്തോഷിച്ചു. കാരണം ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കാൻ അവർക്കൊരു അവസരം ലഭിച്ചു. അതുപോലെ നാം നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷിക്കണം. കാരണം ഈ കഷ്ടതയ്ക്ക് പ്രതിഫലമുണ്ട്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇത് ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ
യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ദ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നിന്ദയെക്കുറിച്ച് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നിമിത്തം നിങ്ങൾ നിന്ദ സഹിക്കുന്നുണ്ടോ? ഇന്ന് പല വിശ്വാസികൾക്കും ഇതിന് താല്പര്യമില്ല. അവർക്ക് ലോകത്തിൽ വലിയ സ്ഥാനം വേണം, ദൈവ മുമ്പാകെയും സ്ഥാനം വേണം. അത് ബുദ്ധിമുട്ടാണ്, അത് സാധിക്കില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകം പച്ചമരത്തോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ രക്ഷാനായകൻ, നമ്മുടെ കർത്താവിനെ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. ക്രിസ്തീയ മതം വളരെ പോപ്പുലറാണെങ്കിലും അനേക ആളുകൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും നാം ജീവിക്കുന്ന ഈ ലോകം ക്രിസ്തുവിനെ ക്രൂശിച്ച ലോകമാണ്. അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ക്രിസ്തു ഇന്നും ഈ ലോകത്തിൽ പാളയത്തിന് പുറത്താണ്, പാളയത്തിനകത്തല്ല. ക്രിസ്തുവിൻ്റെ നിന്ദ ചുമക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ മറ്റൊരു വിധത്തിൽ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ വിശ്വാസം മൂലം ആളുകൾ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിന്ദ സഹിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനു വേണ്ടി നിന്ദ സഹിക്കാൻ മനസ്സില്ലാത്തവരാണ്. അങ്ങനെ നിന്ദ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അത് ഒരു തെളിവാണ്. എന്താണ് ആ തെളിവ്? മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവഹിക്കുന്നുവല്ലോ. എന്ന് വച്ചാൽ ഈ ലോകം നോക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട് എന്ന് ഈ ലോകത്തിന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളെ കളിയാക്കുന്നത്, നിങ്ങളെ നിന്ദിക്കുന്നത്. കഷ്ടം സഹിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. 15-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ അതാണ് പറയുന്നത്. ദുഷ്പ്രവർത്തിക്കാരനായിട്ട്, കൊലപാതകനായിട്ട്, കള്ളനായിട്ട് ഒക്കെ കഷ്ടം സഹിക്കാം. അങ്ങനെ കഷ്ടം സഹിക്കുന്നത് അഭിമാനകരമല്ല. പിന്നെ ഒരു കാര്യം കൂടി താൻ പറയുന്നു, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ചില ആളുകൾ കഷ്ടം സഹിക്കുന്നത് അതുകൊണ്ടാണ്. സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് മനസ്സില്ല, സമയമില്ല. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, ആ സഹോദരൻ എന്ത് ജോലി ചെയ്യുന്നു, അയാൾക്ക് എത്ര ശമ്പളം കിട്ടുന്നു, അയാൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു, അയാൾ ആരോട് സംസാരിക്കുന്നു, അയാൾ എന്ത് ബിസിനസ് ചെയ്യുന്നു, അവൾ ഏത് സാരി ഉടുക്കുന്നു, ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാൽ കഷ്ടതയുണ്ടാവും. അങ്ങനെ കഷ്ടത സഹിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയല്ല. പിന്നെ നിങ്ങൾ കഷ്ടത സഹിക്കേണ്ടത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരു അപമാനകരമായ പേരായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ വിസ്തരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ അഗ്രിപ്പ രാജാവ്, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കുവാൻ സമ്മതിപ്പിക്കുന്നു എന്നൊരു ചോദ്യം പൗലോസിനോട് ചോദിക്കുന്നുണ്ട്. പരിഹസിച്ച് ചോദിക്കുന്നതാണ്. കാരണം 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമാർഗം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് അടിമകളുടെ മതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിദ്യാസമ്പന്നനായ പൗലോസ് ക്രിസ്ത്യാനിയാണ്, അടിമകളുടെ മതത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു അഗ്രിപ്പ ചെയ്തത്. പത്രോസ് പറയുന്നു, അങ്ങനെ നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അടിമകളുടെ മതം, പാവപ്പെട്ടവരുടെ മതം എന്ന് പറഞ്ഞ് ആളുകൾ നിങ്ങളെ കളിയാക്കിയാൽ അത് ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 17-ാം വാക്യം മുതൽ ദൈവവിശ്വാസികളായ ദൈവമക്കളോട് ചില മുന്നറിയിപ്പുകൾ പത്രോസ് അപ്പോസ്തലൻ നൽകുകയാണ്. ന്യായവിധിയെക്കുറിച്ചാണ് ആ മുന്നറിയിപ്പ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അവിടെയാണത് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അവിശ്വാസികളായ ആളുകൾ ന്യായം വിധിക്കപ്പെടും. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനാശത്തിലേക്ക് പോകും. അക്കാര്യം നമുക്കറിയാം. എന്നാൽ വിശ്വാസികളായവരും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധി അവർക്ക് ലഭിക്കും എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു.
ദൈവം തൻ്റെ എല്ലാ വഴികളിലും നീതിമാനാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കൾ ആണെങ്കിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഇനി സുവിശേഷം അറിഞ്ഞവർ, വിശ്വസിച്ചവർ, അവർക്ക് ന്യായമായ വിധി ഉണ്ടെങ്കിൽ അനുസരിക്കാത്തവരുടെ അവസാനം അതെത്ര ഭയങ്കരം എന്നും പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. 18-ാമത്തെ വാക്യം അത് ഒരു പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ കരുതുന്നത് ഇതൊരു സദൃശവാക്യമാണ്. സദൃശവാക്യം 11:31 നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും എന്ന് വെച്ചാൽ, നീതിമാന് ഈ ലോകത്തിൽ വെച്ച് അവൻ ചെയ്ത കാര്യങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ ദുഷ്ടൻ്റെ കാര്യം എന്ത്? അവന് തീർച്ചയായും ലഭിക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ നാം ഭയത്തോടെ ജീവിക്കണം. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. കഷ്ടത സഹിക്കുമ്പോൾ ഇതിൻ്റെ അനന്തരഫലം, ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കും? എന്താണ് ദൈവം ഇതിൽ നിന്ന് എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സാഹചര്യങ്ങൾ എന്ത് മാറ്റമാണ് ദൈവം വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം നമുക്ക് തോന്നും. മാത്രമല്ല, പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാകുകയേയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാണനെ നമ്മുടെ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കുക, നന്മ ചെയ്യുക, ദൈവഹിതപ്രകാരം ജീവിക്കുക. പ്രതിഫലം നമ്മുടെ പ്രാണൻ എന്ത് സംഭവിക്കും അത് നമ്മുടെ സൃഷ്ടാവ് തീരുമാനിക്കട്ടെ. ആ നിലയിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു എന്നതിൻ്റെ ഒരു വിശദീകരണം എനിക്ക് കിട്ടിയേ തീരൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി നല്ലത് മാത്രം കരുതി വയ്ക്കുന്ന നമ്മുടെ സൃഷ്ടാവിങ്കിൽ നമ്മുടെ പ്രാണനെ ഭരമേൽപ്പിക്കാം. എന്നിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കഷ്ടത അനുഭവിക്കുവാൻ അനുവദിച്ചിട്ടുണ്ട്. ആ കഷ്ടതയുടെ നടുവിൽ നിരാശപ്പെട്ടു പോകുവാനിടയാകരുതേ. അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കുന്നു, കാരണം അവിടുന്ന് ഞങ്ങളുടെ അപ്പനാണ്. അവിടുന്ന് കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു, കാരണം ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും വളരണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾക്കെല്ലാം ഞങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലും ഞങ്ങളുടെ പ്രാണനെ ഞങ്ങളുടെ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.